രാജസ്ഥാനും RCBയും ആണെന്ന് നേർക്കുനേർ വന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. രാജസ്ഥാൻ ഇന്ന് ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. ജയ്സ്വാൾ മികച്ച കളിയാണ് പുറത്തെടുത്തത്. അതുപോലെ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും അടിച്ചു നിരപ്പാക്കി. അപ്പോൾ ഇന്നത്തെ RCB രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് RCB ആയിരുന്നു. സാൾട്ടും കോഹ്ലിയുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. സാൾട്ട് പെട്ടെന്ന് ഔട്ടായി മടങ്ങി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ കോഹ്ലി ഒരുക്കമല്ലായിരുന്നു. കോഹ്ലിയുടെ ഒരു വൺമാൻ ഷോയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും അടിച്ചു നിരപ്പാക്കി. പടിക്കൽ ഇന്ന് 50 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. കോഹ്ലി ആകട്ടെ 42 ബോളിൽ നിന്ന് 70 റൺസാണ് അടിച്ചു കൂട്ടിയത്. കോഹ്ലിയുടെ ബാറ്റിന്റെ ചൂട് രാജസ്ഥാൻ ശരിക്കും പറഞ്ഞു. അങ്ങനെ ഇന്ന് RCB മികച്ച റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത്. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് RCB അടിച്ചു കൂട്ടിയത്. പിന്നീട് രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. സഞ്ജു ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു രാജസ്ഥാന്. ജയ്സ്വാളും സൂര്യവംശിയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്തു. രാജസ്ഥാന്റെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. ജയ്സ്വാൾ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 19 ബോളിൽ നിന്ന് 49 റൺസാണ് ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത്. 3 സിക്സും 7 ഫോറും ജയ്സ്വാളിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. RCB ശരിക്കും പേടിച്ചു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ജയ്സ്വാൾ പുറത്തെടുത്തത്. പിന്നീട് സൂര്യവംശി പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ശേഷം വന്നത് റാണയും റിയാൻ പരാഗുമായിരുന്നു. രണ്ടുപേർക്കും അധികം ആയുസുണ്ടായിരുന്നില്ല. റാണ 28ലും പരാഗ് 22ലും ഔട്ടായി മടങ്ങി. പിന്നീട് വന്നത് ജൂറലും ഹെഡ്മേറുമായിരുന്നു. ഹെഡ്മേറാണ് എപ്പോഴും രാജസ്ഥാനെ തോൽപ്പിക്കാറ്. ജയിക്കേണ്ട 2 മാച്ച് ഹെഡ്മേർ തോൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഹെഡ്മേർ ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ ആരാധകർക്ക് പേടിയായിരുന്നു. സഞ്ജു ഇന്ന് കളിക്കാനില്ലാത്തത് രാജസ്ഥാന് ക്ഷീണമായിരുന്നു. ഇല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ സഞ്ജു മികച്ച രീതിയിൽ കളിച്ചേനെ. ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയ്സ്വാൾ, പടിക്കൽ, കോഹ്ലി. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.